ജിയയുടെ പ്രഭാതങ്ങൾ വിടർന്നിരുന്നത് മൊബൈൽ വെളിച്ചത്തിലായിരുന്നു. അവളുടെ സർവസ്വവും ആ ഫോണായിരുന്നു. സൺഷൈൻ വിത്ത് എ ലിറ്റിൽ ഹറിക്കെയിൻ. മിനിറ്റുകൾക്കുള്ളിൽ 600 ലൈക്കുകൾ. ഫിൽറ്ററുകളിട്ട അവളുടെ ജീവിതത്തെ എല്ലാവരും ആരാധിച്ചു. കോളേജിൽ അവളൊരു താരമായിരുന്നു. എല്ലാവരും ആരാധിക്കുന്ന ഇൻസ്റ്റാ ഗേൾ. അവളുടെ ഓൺലൈൻ പ്രഭാവലയത്തിൽ എല്ലാവരും ആകർഷിക്കപ്പെട്ടു. എന്നാൽ സ്വന്തം വീട്ടിൽ അവൾ അദൃശ്യയായിരുന്നു. അച്ഛൻ സൂം കോളുകളിലും അമ്മ സ്വന്തം ജോലിയിലും മുഴുകി. അവളുടെ ഒരേ ഒരു കൂട്ട് ആ തിളങ്ങുന്ന സ്ക്രീൻ മാത്രമായിരുന്നു. സ്ക്രോൾ, പോസ്റ്റ്, കൃത്രിമമായ പുഞ്ചിരി, ആവർത്തനം. അവളുടെ സ്വപ്നങ്ങളെപ്പോലെ പുസ്തകങ്ങളിലും പൊടി പിടിച്ച് കട്ടിയേറി. അറിവിന് പകരം ലൈക്കുകളും കമന്റുകളും അവളുടെ ലോകം കീഴടക്കി. പരീക്ഷാഫലം വന്ന ദിവസം അവളുടെ നെഞ്ചു പിടഞ്ഞു. അവൾ പരാജയപ്പെട്ടിരിക്കുന്നു. അവളുടെ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ലെക്ചറർ അവളുടെ ഓൺലൈൻ ജീവിതത്തെയും പരാജയത്തെയും വിചാരണ ചെയ്തപ്പോൾ എല്ലാവരും അവളെ പരിഹസിച്ചു. അന്ന് രാത്രി ഫിൽറ്ററുകളോ അടിക്കുറിപ്പുകളോ ഉണ്ടായിരുന്നില്ല. ആർക്കും കാണാനാവാത്ത കണ്ണുനീരും ഉണങ്ങാത്ത മുറിവുകളും മാത്രം. പിറ്റേ ദിവസം അവൾ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. ആരും അത് ശ്രദ്ധിച്ചതുമില്ല. ആ ഇൻബോക്സിൽ ആശ്വാസത്തിന്റെ ഒരക്ഷരം പോലും എത്തിയില്ല. ഒരാഴ്ച നിശബ്ദമായി കടന്നുപോയി. ആരെങ്കിലും തന്റെ അസാന്നിധ്യം തിരിച്ചറിയുമെന്ന നേർത്ത പ്രതീക്ഷയിൽ അവൾ ആ മുറിയിൽ ഒളിച്ചു. ഒടുവിൽ ഒരാൾ അവളെ തിരഞ്ഞു വന്നു. അലൻ, ക്ലാസ്സിലെ മിണ്ടാപ്പൂച്ച, എന്നാൽ യാഥാർത്ഥ്യത്തിൽ ജീവിച്ചവൻ. ആയിരക്കണക്കിന് ഫോളോവേഴ്സുള്ള അവളുടെ ഇൻബോക്സിലെ നിശബ്ദതയെ ഭേദിച്ചൊരൊറ്റ ചോദ്യം: നീ ഓക്കെയാണോ? അവൾ മറുപടി നൽകാത്തപ്പോൾ അവൻ വീണ്ടും ടെക്സ്റ്റ് ചെയ്തില്ല. പകരം അവൻ അവളുടെ വീട്ടിലേക്ക് വന്നു. തളർന്ന, സങ്കടം നിറഞ്ഞ കണ്ണുകളുമായി അവൾ വാതിൽ തുറന്നു. അല്ല, ഒട്ടുമല്ല. അവളുടെ ശബ്ദമിടറി. അവൾ ഒടുവിൽ എല്ലാം തുറന്നു പറഞ്ഞു. ഡിജിറ്റൽ ലോകത്തെ ശൂന്യത, പരാജയഭാരം, യഥാർത്ഥ ജീവിതത്തിലെ അസ്തിത്വമില്ലായ്മ. അവളെപ്പോലെ ഒറ്റപ്പെട്ടവരെ അലൻ ഒരുമിച്ച് കൂട്ടി. ഫോണുകളില്ല, തുറന്ന സംസാരങ്ങൾ മാത്രം. അവർ അതിന് പേരിട്ടു ദി ഓഫ്ലൈൻ ക്ലബ്. അവർ തങ്ങളുടെ കഥകൾ പങ്കുവെച്ചു. ഉള്ളിലെ സമ്മർദ്ദവും സ്ക്രീനിനു പിന്നിലെ കണ്ണീരും. അവിടെ വിധിയെഴുത്തുകളില്ലായിരുന്നു, കപടതകളും. ജിയ വീണ്ടും അവളുടെ പുസ്തകങ്ങൾ കയ്യിലെടുത്തു. ലൈക്കുകൾക്കോ മാർക്കുകൾക്കോ വേണ്ടിയല്ല, അവൾക്ക് വേണ്ടി. ഇത്തവണ അവൾ വിജയിച്ചു. ഭയത്തെയും സംശയത്തെയും തോൽപ്പിച്ച് അവൾ പുഞ്ചിരിച്ചു. അവൾക്കു വേണ്ടി മാത്രമുള്ള പുഞ്ചിരി. ആഴ്ചകൾക്ക് ശേഷം ആദ്യമായി അവൾ പൊട്ടിച്ചിരിച്ചു. ഒരു റീലിനോ ലൈക്കിനോ വേണ്ടിയല്ല. കാരണം അതായിരുന്നു സത്യം. ഓഫ്ലൈൻ ക്ലബ് സംസാരത്തിൽ ഒതുങ്ങിയില്ല. അവർ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. ഒറ്റപ്പെട്ടവർക്ക് അവർ ഒരു കൈത്താങ്ങായി. മറ്റുള്ളവരും പുഞ്ചിരിക്കു പിന്നിൽ ഏകാന്തതയുടെ മുഖം മൂടി അണിഞ്ഞിട്ടുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു. അവർ ഒരുമിച്ച് പുസ്തകങ്ങൾ വായിച്ചു. പ്രകടനത്തിനല്ല, മറിച്ച് അനുഭവിക്കാനും പഠിക്കാനും ആ നിമിഷത്തിൽ ജീവിക്കാനും. അവളുടെ ഇൻസ്റ്റഗ്രാം ബയോയിൽ പുതിയ വാക്കുകൾ തെളിഞ്ഞു. മുറിവുണങ്ങാൻ സമയമെടുക്കും, പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. 1 വർഷത്തിനു ശേഷം ജിയ കോളേജ് വേദിയിൽ നിന്നു. ഒരു പ്രകടനത്തിനല്ല, മറിച്ച് സ്വന്തം അനുഭവം പങ്കുവെക്കാൻ. എന്റെ ജീവിതം ഇൻസ്റ്റാഗ്രാമിലായിരുന്നു. ആ ഏകാന്തതയിൽ നിന്ന് എന്നെ രക്ഷിച്ചത് നീ ഓക്കെയാണോ എന്നൊരു ചോദ്യമാണ്. പിൻനിരയിലിരുന്ന് അലൻ പുഞ്ചിരിച്ചു. അവന് ആ കയ്യടികൾ ആവശ്യമില്ലായിരുന്നു. അവളുടെ ആ യഥാർത്ഥ പുഞ്ചിരി മാത്രം മതിയായിരുന്നു. അന്ന് ആദ്യമായി അവളുടെ മാതാപിതാക്കൾ ഫോണിൽ നിന്ന് കണ്ണെടുത്തു. അവർ അവളെ ശരിക്കും കാണുകയായിരുന്നു. അച്ഛൻ അവളെ ചേർത്തു പിടിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് നഷ്ടമായി മോളെ, അമ്മ പറഞ്ഞു. ഇനി ഞങ്ങളുണ്ട് മോളെ നിന്നെ കേൾക്കാൻ. ജിയ അവളുടെ സ്വന്തം ശബ്ദം വീണ്ടെടുത്തു. അവളുടെ തിരിച്ചറിവ് ഇപ്പോൾ മറ്റുള്ളവർക്ക് വെളിച്ചമാകുകയായിരുന്നു. അവൾ ഓഫ്ലൈൻ ക്ലബ് തിരികെ കൊണ്ടുവന്നു. കഥകൾ പറയാൻ മാത്രമല്ല, കേൾക്കാനും കൂടെയുണ്ടാകാനും. നീ ഓക്കെയാണോ എന്ന മെസ്സേജ് ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടു. പതിയെ പല ജീവിതങ്ങളും മാറി തുടങ്ങി. അവൾ പിന്നീട് ലൈക്കുകളെയോ ഹാഷ്ടാഗുകളെയോ പിന്തുടർന്നില്ല. അവൾക്ക് പ്രധാനം യഥാർത്ഥ മനുഷ്യരും അവരുടെ സൗഖ്യവുമായിരുന്നു. അവൾ വീണ്ടും പോസ്റ്റ് ചെയ്തു, ഫിൽറ്ററുകളില്ലാതെ, പൊള്ളയായ വാക്കുകളില്ലാതെ, യഥാർത്ഥ പുഞ്ചിരിയോടെ. അവളുടെ തുറന്നുപറച്ചിൽ മറ്റുള്ളവരുടെ നിശബ്ദതയും ഭേദിച്ചു. ആ ഒരു തീപ്പൊരി സാന്ത്വനത്തിന്റെ അഗ്നിയായി പടർന്നു. ആൺകുട്ടികളും മനസ്സു തുറന്നു. നിശബ്ദത ഏൽപ്പിച്ച മുറിവുകളെപ്പറ്റിയും അതിന്റെ സമ്മർദ്ദത്തെക്കുറിച്ചും അവർ വാചാലരായി. അതിജീവനം എളുപ്പമായിരുന്നില്ല. ചില ദിവസങ്ങൾ പ്രയാസമേറിയതായിരുന്നു. പക്ഷെ അവർ പരസ്പരം താങ്ങായി നിന്നു. ഫിൽറ്ററുകളില്ല, ഫോളോവേഴ്സില്ല, നിങ്ങൾ മാത്രം മതി. കോളേജ് ചുവരുകളിൽ ആ വാക്കുകൾ പതിഞ്ഞു. ആളുകൾ സ്ക്രീനുകളിൽ നിന്ന് മുഖമുയർത്തി. വിരൽ തുമ്പിലെ ക്ലിക്കുകളല്ല, ചേർത്തുപിടിക്കുന്ന കൈകളാണ് മുറിവുണക്കുന്നതെന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു.